Nimshas kitchen സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വെണ്ടയ്ക്ക പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക പുളിശ്ശേരി തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് നാളികേരം എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 1/4 കപ്പ് മുതൽ ഒരു കപ്പൊക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് വലിപ്പമുള്ളതല്ല കേട്ടോ, വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ മതി. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇതിപ്പോൾ ക്യുമിൻ സീഡ്സ് ആണ് കേട്ടോ, സാധാരണ നല്ല ജീരകം എന്ന് പറയണത്. പിന്നെ 3-4 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് അളവിൽ ഒഴിച്ചു കൊടുക്കണ്ട, അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, നാളികേരം ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയ പുളിയോട് കൂടിയ തൈരാണ്, എന്നാൽ ഒരുപാട് പുളിയൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്ന ഒരു മൺചട്ടിയിലാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിനെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, അതായത് ഒരു 6-7 ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച വെണ്ടക്കായാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 12 വെണ്ടക്കായാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് അളവിൽ വെണ്ടക്കായയുടെ ആവശ്യമില്ല. ഇനി ഈ വെണ്ടക്കായ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതിലിട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടക്കായ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വരുന്നുണ്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, വെണ്ടക്കായ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ, ഇത് മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ, ചേർക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നാളികേരത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ നാളികേരത്തിൻ്റെ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട്. വെള്ളം പോരാ, നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോണ്ട കേട്ടോ, എന്നാലും അത്യാവശ്യം ലൂസായിട്ടിരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നാളികേരം നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, ഇത് മതി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം കട്ടകളൊക്കെ മാറ്റിയെടുത്ത തൈര് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. തൈര് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടായിട്ട് തന്നെ വന്നാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതി കേട്ടോ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. തൈര് പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വെണ്ടയ്ക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് പുളി കുറച്ച് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാനൊരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ തൈര് ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി തൈര് ഒഴിച്ചതിന് ശേഷം. തൈര് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കറി ഒരുപാട് ലൂസായിട്ട് മാറും.
അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. അതുപോലെ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിന് തീരെ പുളിയില്ലാന്നുണ്ടെങ്കിൽ, പുളി വരണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം പുറത്ത് വെച്ചാൽ മതി. പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്, പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും ആ തൈര് നന്നായിട്ട് തന്നെ അത്യാവശ്യം പൊളിച്ചു വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കറിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത്യാവശ്യം പുളിയൊന്നുള്ളൂ ഉണ്ടാവും. അപ്പോൾ വെണ്ടയ്ക്ക പുളിശ്ശേരി ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ പുളിശ്ശേരിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. അതുപോലെ ചെറിയൊരു മധുര രസവും കൂടി വരും. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക്